നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിപ്റ്റോ മാർക്കറ്റ് ട്രെൻഡ്സിനെ പറ്റിയിട്ടാണ്. ഏതൊരു ബിഗിനറിനും കംപ്ലീറ്റ്ലി ക്രിപ്റ്റോ മാർക്കറ്റ് ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയ രൂപത്തിലാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്രിപ്റ്റോ മാർക്കറ്റിൽ 3 ട്രെൻഡാണുള്ളത്. ഒന്ന് അപ്പ് ട്രെൻഡ്, ഒന്ന് ഡൗൺ ട്രെൻഡ്, ഒന്ന് സൈഡ് വേസ്. സൈഡ് വേസിനകത്ത് 2 സ്റ്റേജ് ഉണ്ട്. ഒന്ന് അക്യുമുലേഷൻ സ്റ്റേജും ഒന്ന് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജും. നമുക്ക് ഫസ്റ്റ് അപ്പ് ട്രെൻഡ് എന്താണെന്ന് നോക്കാം. ഒരു ലോന്ന് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നതല്ല അപ്പ് ട്രെൻഡ്. അതിനുശേഷം വീണ്ടും ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ അപ്പ് ട്രെൻഡ് എന്ന് പറയുന്നത്. നമുക്കിനി ഹൈ എന്താ, ലോ എന്താ, ലോവർ ഹൈ എന്താ, ഹയർ ഹൈ എന്താ നോക്കാം. ഇത് നമ്മളൊരു ലോ ആയതുകൊണ്ട് ഇതിന് നമ്മളൊരു ലോ ആയിട്ട് കണക്കാക്കുക. അതിനുശേഷം വന്നൊരു ഹൈക്ക് ശേഷം വന്നൊരു ലോ. ഈ ലോനെ ബ്രേക്ക് ചെയ്യാറുണ്ട്. ആ ലോൻ്റെ ഹൈയിലാണ് ആ ലോ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് നമുക്കതിനെ ലോവർ ഹൈ എന്ന് വിളിക്കാം. അതിന് ശേഷം ക്രിയേറ്റ് ചെയ്തൊരു ഹൈ, ഈ ഹൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഹയർ ഹൈ എന്ന് വിളിക്കാം. ഇത് നമുക്ക് ലോവർ ഹൈ ആയിട്ട് കണക്കാക്കാം. ഇത് നമുക്ക് ഹയർ ഹൈ ആയിട്ട് കണക്കാക്കാം. ഇനി നമുക്കിവിടെ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ പോയിന്റ് ഉണ്ട്. നമ്മൾ ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ടു അപ്സൈഡ്. ഇതും നമുക്കൊരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ടു അപ്സൈഡ് ആയിട്ട് കണക്കാക്കാം. അത് എന്തുകൊണ്ട് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ടു അപ്സൈഡ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ലോ ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ഒരു ലോ വന്നു. ഈ ലോ ഈ ഹൈനെ ബ്രേക്ക് ചെയ്ത് ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ടു അപ്സൈഡ്. ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ തന്ന ലോനെ വിളിക്കുന്ന പേരാണ് സ്ട്രോങ് ലോ. ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോങ് ലോ. അപ്പം നമുക്കതൊരു വാലിഡ് ആയിട്ടുള്ള സ്ട്രോങ് ലോ ആയിട്ട് കണക്കാക്കാം. ഇതും നമുക്കൊരു വാലിഡ് ആയിട്ടുള്ള സ്ട്രോങ് ലോ ആയിട്ട് കണക്കാക്കാം. നമ്മളിവിടെ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ എന്താണെന്ന് പഠിച്ചു, സ്ട്രോങ് ലോ എന്താണെന്ന് പഠിച്ചു, ലോ എന്താണെന്ന് പഠിച്ചു, ഹൈ എന്താണെന്ന് പഠിച്ചു, ലോവർ ഹൈ എന്താണെന്ന് പഠിച്ചു, ഹയർ ഹൈ എന്താണെന്ന് പഠിച്ചു. ഇനി നമുക്ക് വീക്ക് അപ്പ് ട്രെൻഡും സ്ട്രോങ് അപ്പ് ട്രെൻഡും എന്താണെന്ന് നോക്കാം. ഇവിടെ നമ്മളൊരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വരച്ചു. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ, ഇതിൻ്റെ അകത്തൊരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വരക്കാം. ഇവിടെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതൊരു സ്ട്രോങ് അപ്പ് ട്രെൻഡാണെന്നും ഇതൊരു വീക്ക് അപ്പ് ട്രെൻഡാണെന്നും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ലോ ക്രിയേറ്റ് ചെയ്ത് ഹൈ, ലോവർ ഹൈ, അതിനുശേഷം ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറിന് ശേഷം മാർക്കറ്റ് നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിതൊരു സ്ട്രോങ് അപ്പ് ട്രെൻഡായിട്ട് തന്നെ കണക്കാക്കാം. ഒരു സ്ട്രോങ് അപ്പ് ട്രെൻഡ് മാർക്കറ്റിൽ വന്നാൽ ഈ അപ്പ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസാണ് കൂടുതലും ഉള്ളത്. പക്ഷെ നമ്മൾ നേരെ ഇതിലേക്ക് വരുവാണെങ്കിൽ ഒരു ലോ, ഹൈ, ലോവർ ഹൈ, ഹൈ, ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറിന് ശേഷം മാർക്കറ്റ് വലിയൊരു അപ്പ് മൂവ്മെൻറ്റ് തരാണ്ട് തന്നെ അടുത്തൊരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും വലിയൊരു മൂവ്മെൻറ്റ് തന്നില്ല. അപ്പം ഇത് നമുക്ക് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറിന് ശേഷം വലിയൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് തരാത്തൊരു അപ്പ് ട്രെൻഡ് നമുക്കൊരു വീക്ക് അപ്പ് ട്രെൻഡായിട്ട് കണക്കാക്കാം. ഒരു വീക്ക് അപ്പ് ട്രെൻഡ് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ട്രെൻഡ് ചേഞ്ച് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ അപ്പ് ട്രെൻഡ് മാറിയിട്ട് മാർക്കറ്റിൽ ഒരു ഡൗൺ ട്രെൻഡോ സൈഡ് വേസോ വരാനുള്ള പോസിബിലിറ്റി അധികം. അടുത്തതൊരു ഡൗൺ ട്രെൻഡ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു ഹൈക്ക് ശേഷം ഒരു ലോ, ഒരു ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ. ഇതിനെയാണ് നമ്മളൊരു ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത്. ഹൈ, ലോ, ഈ ഹൈനെ ബ്രേക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ലോ ആയിട്ട് വരുന്ന ഹൈനെ നമ്മൾ ലോവർ ഹൈ എന്ന് വിളിക്കും. ഈ ലോനെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയാൽ നമ്മൾ ലോവർ ലോ എന്ന് വിളിക്കും. നമുക്ക് അതേപോലെ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കാണാം. ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ടു ഡൗൺ സൈഡ്, ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ടു ഡൗൺ സൈഡ്. അതേപോലെ നമുക്കിവിടെ ഒരു സ്ട്രോങ് ഹൈ ഉണ്ട്. ഇത് നമുക്കൊരു സ്ട്രോങ് ഹൈ ആയിട്ട് കണക്കാക്കാം. നമ്മൾ നേരത്തെ അപ്പ് ട്രെൻഡിൻ്റെ കേസിൽ സ്ട്രോങ് ലോ കണ്ടുപിടിച്ചു. നമ്മൾ ഡൗൺ ട്രെൻഡിൻ്റെ കേസിൽ സ്ട്രോങ് ഹൈ കണ്ടുപിടിച്ചു. ഇത് സ്ട്രോങ് ഹൈ ആവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോവർ ഹൈ എന്ന് വെച്ചാൽ ഈ ലോവർ ഹൈ തന്ന പോയിന്റിൽ നിന്നാണ് എന്തായത് ഈ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തത്. ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ തന്ന ലോവർ ഹൈനെ വിളിക്കുന്ന പേരാണെന്ത്, സ്ട്രോങ് ഹൈ. ഇതും നമുക്ക് എന്താക്കാം, ഒരു സ്ട്രോങ് ഹൈ ആയിട്ട് കണക്കാക്കാം. അപ്പം സ്ട്രോങ് ഹൈ എന്താണെന്നും ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ടു ഡൗൺ സൈഡ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി വീക്ക് ഡൗൺ ട്രെൻഡ് എന്താണെന്ന് നോക്കാം. ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ടു ഡൗൺ സൈഡ്,
ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ ടു ഡൗൺ സൈഡ്. ഇത് നമുക്ക് ഒരു സ്ട്രോങ് ഡൗൺ ട്രെൻഡായിട്ട് കണക്കാക്കാം, ഇതൊരു വീക്ക് ഡൗൺ ട്രെൻഡായിട്ട് കണക്കാക്കാം. ഇവിടെ നമുക്ക് കാണാം ബ്രേക്ക്ഔട്ട് സ്ട്രക്ചറിന് ശേഷം മാർക്കറ്റ് നല്ലൊരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റാണ് നമുക്ക് തന്നത്. പക്ഷേ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ബ്രേക്ക്ഔട്ട് സ്ട്രക്ചറിന് ശേഷം വലിയൊരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് എന്താക്കിയിട്ടില്ല, മാർക്കറ്റ് തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്കിതൊരു വീക്ക് ഡൗൺ സൈഡായിട്ട് അല്ലെങ്കിൽ വീക്ക് ഡൗൺ ട്രെൻഡായിട്ട് കണക്കാക്കാം. ഒരു വീക്ക് ഡൗൺ ട്രെൻഡിന് ശേഷം നമുക്ക് അവിടെ മാർക്കറ്റിൽ ഒരു ട്രെൻഡ് ചേഞ്ച് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു അപ് ട്രെൻഡ്, ഒരു സൈഡ് വേ മാർക്കറ്റോ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി സൈഡ് വേ മാർക്കറ്റ് എന്താണെന്ന് നോക്കാം. സൈഡ് വേ മാർക്കറ്റ് എന്ന് വെച്ചാൽ സിമ്പിളാണ്. ഒരു സൈഡ് വേൻ്റെ ഉള്ളിൽ നിന്ന് മാർക്കറ്റ് ഇങ്ങനെ മേലോട്ടും താഴോട്ടും പോകുന്നതിനെയാണ് സൈഡ് വേ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു സൈഡ് വേ മാർക്കറ്റ്. സൈഡ് വേ അപ് ട്രെൻഡിൻ്റെ അകത്തും ഡൗൺ ട്രെൻഡിൻ്റെ അകത്തും നമ്മൾ ട്രേഡ് കാര്യങ്ങളിലേക്ക് എൻ്റർ ആവും. പക്ഷേ സൈഡ് വേ മാർക്കറ്റിൻ്റെ അകത്ത് നമ്മൾ ട്രേഡ് ചെയ്യില്ല. സൈഡ് വേക്ക് ശേഷം മാർക്കറ്റിൽ ഒരു അപ് ട്രെൻഡിനോ ഡൗൺ ട്രെൻഡിനോ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കും, ട്രേഡേഴ്സ് വെയിറ്റ് ചെയ്യും. ഇനി സൈഡ് വേൻ്റെ അകത്ത് തന്നെ ഞാൻ പറഞ്ഞു 2 സ്റ്റേജ് ഉണ്ട്. ഒന്ന് അക്യുമുലേഷൻ, അതേപോലെ ഒന്ന് ഡിസ്ട്രിബ്യൂഷൻ. അക്യുമുലേഷൻ സ്റ്റേജ് എന്താ, ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ് എന്താ, നമുക്കൊന്ന് നോക്കാം. ഒരു ഡൗൺ ട്രെൻഡിന് ശേഷമാണ് ഒരു അക്യുമുലേഷൻ സ്റ്റേജ് വരുന്നത്. ഒരു അക്യുമുലേഷൻ എന്ന് വെച്ചാൽ സൈഡ് വേ ആയിട്ട് മാർക്കറ്റ് ഇങ്ങനെ പോകും. ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം അവിടുന്ന് ആ സൈഡ് വേൻ്റെ അപ്പ് സൈഡ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മേലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു അപ് ട്രെൻഡായിട്ട് അവിടെ കണക്കാക്കാൻ പറ്റും. അപ് ട്രെൻഡിന് ശേഷം മാർക്കറ്റ് വീണ്ടും ഒരു സൈഡ് വേ തന്നിട്ട് അവിടെ വീണ്ടും മാർക്കറ്റ് മേലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ സോണിനൊരു റീ അക്യുമുലേഷൻ സോണായിട്ട് കണക്കാക്കാം. റീ അക്യുമുലേഷന് ശേഷം മാർക്കറ്റിൽ വീണ്ടും നമുക്കൊരു അപ് ട്രെൻഡ് കാണാം. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് സൈഡ് വേ പോയി വീണ്ടും മേലോട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് വീണ്ടും റീ അക്യുമുലേഷൻ സ്റ്റേജ് ആയിട്ട് കണക്കാക്കാം. പക്ഷേ അവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ടേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് ആ സ്റ്റേജ് ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ് ആയിട്ട് കണക്കാക്കാം. അത് ഡിസ്ട്രിബ്യൂഷന് ശേഷം മാർക്കറ്റ് നമുക്കൊരു ഡൗൺ സൈഡ് മൂവ്മെൻ്റ് ആണ് കാണാൻ പറ്റുക. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് സൈഡ് വേ പോയി വീണ്ടും മാർക്കറ്റ് ഡൗണിലേക്ക് പോവുകയാണെങ്കിൽ അത് നമുക്കൊരു റീഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ് ആയിട്ട് കണക്കാക്കാം. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ഡൗണിലേക്ക് പോയി മാർക്കറ്റിൽ ഒരു സൈഡ് വേ വന്നു ആ സൈഡ് വേൻ്റെ അപ്പ് സൈഡ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മേലോട്ടേക്ക് പോവുകയാണെങ്കിൽ നമുക്കതൊരു അക്യുമുലേഷൻ ആയിട്ട് കണക്കാക്കാം. അപ്പം നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഡൗൺ സൈഡിന് ശേഷം ഒരു അപ്പ് സൈഡ് മൂവ്മെൻറ്റ് മാർക്കറ്റിൽ വന്നു, ഒരു സൈഡ് വേ വന്നു. ആ സൈഡ് വേൻ്റെ അപ്പ് സൈഡ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു അപ്പ് ട്രെൻഡ് മാർക്കറ്റിൽ അപ്പ് ട്രെൻഡ് മൂവ്മെൻറ്റ് നമുക്ക് എന്താക്കാം, മാർക്കറ്റിൽ കാണാൻ പറ്റും. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് സൈഡ് വേ പോയി അപ്പ് ട്രെൻഡ് അപ്പിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു അപ്പ് ട്രെൻഡ് കാണാം. നമുക്ക് ഈ പോയിൻ്റ് ഒരു റീ അക്യുമുലേഷൻ സ്റ്റേജ് ആയിട്ട് കണക്കാക്കാം. എന്നിട്ട് വീണ്ടും മാർക്കറ്റ് ഒരു സൈഡ് വേ തന്നാൽ അതിൻ്റെ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിതൊരു ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ് ആയിട്ട് കണക്കാക്കാം. ഒരു ഡിസ്ട്രിബ്യൂഷന് ശേഷം മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തതാണ് അതിൻ്റെ അർത്ഥം. ഒരു ബിയർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തതാണ് അർത്ഥം. അവിടുന്ന് വീണ്ടും ഒരു സൈഡ് വേ മാർക്കറ്റ് തന്നു അതിനുശേഷം സൈഡ് വേൻ്റെ ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതൊരു റീഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഫെർദർ മാർക്കറ്റ് ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടാവും. അതിനുശേഷം വീണ്ടും ഒരു സൈഡ് വേ വന്ന് അതിൻ്റെ അപ്പ് സൈഡ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു അപ് ട്രെൻഡ് കാണാം. നമ്മൾ മെയിൻലി ട്രേഡിലേക്ക് എൻ്റർ ആവുകയെന്ന് വെച്ചാൽ അക്യുമുലേഷൻ സ്റ്റേജ് ആണെങ്കിൽ അക്യുമുലേഷൻ്റെ അപ് ട്രെൻഡ് അപ്പ് സൈഡ് മൂവ്മെൻറ്റ് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഈ അപ് ട്രെൻഡിൻ്റെ സമയത്താണ് നമ്മൾ ട്രേഡിലേക്ക് എൻ്റർ ആവുക. ഈ അക്യുമുലേഷൻ്റെ സ്റ്റേജിലും ഈ അപ് ട്രെൻഡിൻ്റെ ടൈമിലാണ് നമ്മൾ മാർക്കറ്റിൽ എൻ്റർ ആവുക. ഇനി ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ നോക്കുവാണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് ഡൗൺ ട്രെൻഡ് തന്നു കഴിഞ്ഞാൽ ഡൗൺ ട്രെൻഡിലാണ് നമ്മൾ എന്താക്കുക ട്രേഡ് കാര്യങ്ങൾ ചെയ്യുക. ഇവിടെയും നമ്മൾ എന്താക്കും, ഡൗൺ ട്രെൻഡിൽ ട്രേഡ് ചെയ്യും. സൈഡ് വേ മാർക്കറ്റിൻ്റെ അത് നമ്മൾ ട്രേഡ് ചെയ്യില്ല. സൈഡ് വേ മാർക്കറ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് നമുക്ക് മാർക്കറ്റ് മൂവ്മെൻറ്റ് വാച്ച് ചെയ്യാൻ മാത്രമുള്ള ഒരിതാണ്. ഇതാണ് ക്രിപ്റ്റോ മാർക്കറ്റ് ട്രെൻഡ്. ക്രിപ്റ്റോ മാർക്കറ്റ് ട്രെൻഡിനെ പറ്റി നമ്മൾ കംപ്ലീറ്റ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മനസ്സിലാവാത്തവർ സ്റ്റാർട്ടിങ് മുതൽ വീഡിയോ ഒന്നും കൂടിയും കണ്ടു നോക്കുക.